കേരളത്തിന്റെ ഫുഡ് ഇൻഡസ്ട്രിയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു പേരാണ് എലൈറ്റ് ഫുഡ്സ്. സാധാരണ മലയാളികളുടെ അടുക്കളകളിലും തീൻമേശകളിലും ഈ പേര് സുപരിചിതമാണ്. ഒരു ബ്രാൻഡ് എന്നതിലുപരി ഗുണമേന്മയുടെയും വിശ്വാസ്യതയുടെയും പ്രതീകമായി എലൈറ്റ് മാറിയിരിക്കുന്നു. ഒരു വലിയ വ്യവസായ സാമ്രാജ്യമായി വളർന്ന എലൈറ്റ് ഫുഡ്സിന്റെ ചരിത്രം കേരളത്തിന്റെ വ്യാവസായിക വളർച്ചയുടെയും സംരംഭകത്വത്തിന്റെയും ഒരു നേർക്കാഴ്ചയാണ്. നമസ്കാരം, ഞാൻ രഞ്ജിത്ത് കൃഷ്ണൻ. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം തന്നെ പറയട്ടെ, ഇതൊരു പ്രമോഷൻ വീഡിയോ അല്ല. നല്ലതിനെ നല്ലതെന്ന് തന്നെ പറയണമല്ലോ. അതുകൊണ്ട് ഇന്നത്തെ കഥയിൽ തകർച്ചയുടെ കണിക പോലും കാണില്ല. എലൈറ്റ് ഫുഡ്സ് എന്ന വലിയ സംരംഭത്തിന് പിന്നിൽ ദീർഘവീക്ഷണമുള്ള ഒരു സംരംഭകനുണ്ട്, TR രഘുലാൽ. അദ്ദേഹത്തിന്റെ സ്വപ്നങ്ങളിൽ നിന്നാണ് എലൈറ്റ് ഗ്രൂപ്പിന്റെ പിറവി. 1986 തൃശൂർ ആസ്ഥാനമായിട്ടാണ് എലൈറ്റ് ഫുഡ്സ് ലിമിറ്റഡ് സ്ഥാപിതമായത്. അന്ന് കേരളത്തിൽ ഗുണമേന്മയുള്ള ബ്രെഡിനും ബേക്കറി ഉൽപ്പന്നങ്ങൾക്കും വലിയ ക്ഷാമമുണ്ടായിരുന്നു. ഈ വിടവ് തിരിച്ചറിഞ്ഞ രഘുലാൽ അന്താരാഷ്ട്ര നിലവാരമുള്ള ഉൽപ്പന്നങ്ങൾ സ്വന്തം നാട്ടിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ സംരംഭത്തിന് തുടക്കമിട്ടത്. വിദേശത്ത് വിദ്യാഭ്യാസം നേടുകയും അവിടെയുള്ള ഉൽപ്പന്നങ്ങളുടെ ഗുണമേന്മ മനസ്സിലാക്കുകയും ചെയ്ത രഘുലാൽ ഇന്ത്യയിൽ തിരിച്ചെത്തിയപ്പോൾ കണ്ടത് ബേക്കറി ഉൽപ്പന്നങ്ങളുടെ, പ്രത്യേകിച്ച് ബ്രെഡിന്റെ ഗുണനിലവാരത്തിലെ പോരായ്മകളാണ്. സാധാരണക്കാർക്ക് ദിവസവും ഉപയോഗിക്കാൻ കഴിയുന്ന മികച്ച ബ്രെഡ് ഉൽപ്പാദിപ്പിക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ മുന്നിലെ ആദ്യത്തെ വെല്ലുവിളി. ഇതിനായി വിദേശത്തു നിന്ന് ഏറ്റവും ആധുനികമായ യന്ത്രസാമഗ്രികൾ ഇറക്കുമതി ചെയ്യുകയും അന്ന് ഇന്ത്യയിൽ അത്ര പ്രചാരത്തിലില്ലാതിരുന്ന സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കുകയും ചെയ്തു. അരൂരിൽ സ്ഥാപിച്ച അത്യാധുനിക ബ്രെഡ് ഉൽപാദന കേന്ദ്രത്തിലൂടെയാണ് എലൈറ്റ് ഫുഡ്സ് തങ്ങളുടെ ആദ്യ ചുവടുവെപ്പ് നടത്തിയത്. ആദ്യകാലങ്ങളിൽ ഒരു പുതിയ ബ്രാൻഡിന് വിപണിയിൽ ഇടം നേടുക എന്നത് എളുപ്പമായിരുന്നില്ല. എന്നാൽ ഗുണമേന്മയിൽ വിട്ടുവീഴ്ച ചെയ്യാത്ത എലൈറ്റിന്റെ പോളിസി ഉപഭോക്താക്കൾക്ക് വലിയ വിശ്വാസം നൽകി. കുട്ടികൾക്ക് പോലും ദിവസവും സുരക്ഷിതമായി കഴിക്കാൻ കഴിയുന്ന ഉൽപ്പന്നങ്ങൾ എന്നതാണ് എലൈറ്റിന്റെ അടിസ്ഥാന തത്വങ്ങളിൽ ഒന്ന്. ഈ തത്വത്തിൽ ഉറച്ചു നിന്നുകൊണ്ടാണ് അവർ ഉൽപ്പന്നങ്ങൾ വികസിപ്പിച്ചത്. ബ്രെഡ് നിർമ്മാണത്തിൽ നിന്നാണ് തുടക്കമെങ്കിലും പ്ലം കേക്ക് പോലുള്ള ബേക്കറി ഉൽപ്പന്നങ്ങൾ എലൈറ്റിനെ ജനപ്രിയമാക്കി. ഫെസ്റ്റിവൽ സീസണുകളിൽ എലൈറ്റ് പ്ലം കേക്ക് ഒരു സാധാരണ മലയാളിയുടെ ആഘോഷങ്ങളുടെ ഭാഗമായി മാറി. TR രഘുലാൽ കേവലം ഒരു വ്യവസായി എന്നതിലുപരി ഒരു മനുഷ്യ സ്നേഹിയും സാമൂഹിക പ്രവർത്തകനും കൂടിയായിരുന്നു. അദ്ദേഹത്തിന്റെ ദീർഘവീക്ഷണം ഭക്ഷ്യമേഖലയിൽ മാത്രം ഒതുങ്ങിയില്ല. റിയൽ എസ്റ്റേറ്റ്, സൗരോർജ്ജം തുടങ്ങിയ മേഖലകളിലേക്കും എലൈറ്റ് ഗ്രൂപ്പ് പിന്നീട് തങ്ങളുടെ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിച്ചു. സിസ്റ്റങ്ങൾക്കും പ്രോസസ്സുകൾക്കും അദ്ദേഹം വലിയ പ്രാധാന്യം നൽകി. വിപണനത്തിലും ഉപഭോക്തൃ ബന്ധങ്ങളിലും അദ്ദേഹത്തിന് വ്യക്തമായ കാഴ്ചപ്പാടുണ്ടായിരുന്നു. ഈ അടിത്തറയാണ് പിന്നീട് എലൈറ്റിന്റെ വളർച്ചയ്ക്ക് സഹായകമായത്. ബ്രെഡിൽ നിന്നും പ്ലം കേക്കിൽ നിന്നും ആരംഭിച്ച് എലൈറ്റ് ഫുഡ്സ് പതിയെ തങ്ങളുടെ ഉൽപ്പന്ന നിര വിപുലീകരിച്ചു. ബേക്കറി ഉൽപ്പന്നങ്ങൾക്ക് പുറമെ മാവുകൾ, ധാന്യങ്ങൾ, പേസ്ട്രികൾ, കുക്കികൾ, ഇൻസ്റ്റന്റ് മിക്സുകൾ, പാൽ ഉൽപ്പന്നങ്ങൾ, പായസ മിക്സുകൾ തുടങ്ങിയവയും അവർ വിപണിയിലെത്തിച്ചു. ഓരോ ഉൽപ്പന്നവും ഗുണമേന്മയിൽ യാതൊരു വിട്ടുവീഴ്ചയും വരുത്താതെയാണ് അവർ നിർമ്മിച്ചത്. മൈദ, റവ, ആട്ട തുടങ്ങിയ ധാന്യോൽപ്പന്നങ്ങളുടെ ഉൽപ്പാദനത്തിൽ എലൈറ്റ് സ്വന്തമായി മില്ലിംഗ് യൂണിറ്റുകൾ സ്ഥാപിച്ചു. ഇത് അസംസ്കൃത വസ്തുക്കളുടെ ഗുണനിലവാരം ഉറപ്പാക്കാൻ അവരെ സഹായിച്ചു. വിപണിയിൽ വളരെ ചുരുക്കം കമ്പനികൾക്ക് മാത്രം അവകാശപ്പെടാൻ കഴിയുന്ന ഒന്നായിരുന്നു ഇത്. രാസവസ്തുക്കളും പ്രിസർവേറ്റീവുകളും ഇല്ലാതെ പ്രകൃതിദത്തമായ ഉൽപ്പന്നങ്ങൾ നൽകുന്നതിൽ അവർ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. എലൈറ്റിന്റെ വളർച്ചയിൽ ഉൽപ്പന്ന വൈവിധ്യവൽക്കരണം ഒരു പ്രധാന പങ്ക് വഹിച്ചു. ഉപഭോക്താക്കളുടെ മാറുന്ന അഭിരുചികളും ആവശ്യകതകളും അവർ സൂക്ഷ്മമായി നിരീക്ഷിച്ചു. ഉദാഹരണത്തിന് പ്ലം കേക്കിന് പുറമെ പുഡിംഗ് കേക്കുകൾ, കപ്പ് കേക്കുകൾ, ബ്രൗണികൾ തുടങ്ങിയ പുതിയ തലമുറയ്ക്ക് പ്രിയങ്കരമായ ഉൽപ്പന്നങ്ങളും അവർ അവതരിപ്പിച്ചു. ആരോഗ്യകരമായ ഭക്ഷണശീലങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന ഈ കാലഘട്ടത്തിൽ ഹെൽത്തി കോംബോ പോലുള്ള ഉൽപ്പന്നങ്ങളും അവർ വിപണിയിലെത്തിച്ചു. എലൈറ്റ് ഫുഡ്സിന്റെ വിജയഗാഥയിൽ സാങ്കേതിക വിദ്യയ്ക്കും ഗുണമേന്മ ഉറപ്പാക്കലിനും വലിയ പങ്കുണ്ട്. സ്ഥാപകൻ TR രഘുലാൽ തുടക്കം മുതൽക്കേ ആധുനിക സാങ്കേതിക വിദ്യകൾ സ്വീകരിക്കുന്നതിൽ ശ്രദ്ധിച്ചിരുന്നു. എലൈറ്റിന്റെ എല്ലാ നിർമ്മാണ യൂണിറ്റുകളും ഹസാർഡ് അനാലിസിസ് ആൻഡ് ക്രിട്ടിക്കൽ കൺട്രോൾ പോയിന്റ് HACCP ISO 22000 സർട്ടിഫിക്കേഷനുകൾ നേടിയിട്ടുണ്ട്. ഇത് ഭക്ഷ്യസുരക്ഷയിലും ശുചിത്വത്തിലും അവർ എത്രത്തോളം ശ്രദ്ധിക്കുന്നു എന്നതിന്റെ തെളിവാണ്. ദേശീയ അന്താരാഷ്ട്ര മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് FSSAI, LM തുടങ്ങിയ റെഗുലേറ്ററി ചട്ടങ്ങളെല്ലാം അവർ കൃത്യമായി പിന്തുടരുന്നു. ഉൽപ്പന്നങ്ങളുടെ രുചി, ആരോഗ്യം, ഉപയോഗിക്കാനുള്ള സൗകര്യം എന്നിവയെല്ലാം ഉറപ്പാക്കാൻ സ്വന്തമായ ഗവേഷണ വികസന വിഭാഗവും എലൈറ്റിനുണ്ട്. സമയബന്ധിതമായി സാങ്കേതിക വിദ്യയിൽ മാറ്റം വരുത്തിയും പുതിയ യന്ത്രങ്ങൾ സ്ഥാപിച്ചും അവർ ഉൽപാദനക്ഷമത വർദ്ധിപ്പിച്ചു. ടോട്ടൽ പ്രൊഡക്റ്റീവ് മെയിൻ്റനൻസ്, ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ്, സിസ്റ്റം ആപ്ലിക്കൻസ് ആൻഡ് പ്രൊഡക്ട്സ് ഇൻ ഡാറ്റ പ്രോസസ്സിംഗ് തുടങ്ങിയ ആധുനിക ബിസിനസ് മാനേജ്മെന്റ് സിസ്റ്റങ്ങളും എലൈറ്റ് തങ്ങളുടെ പ്രവർത്തനങ്ങളിൽ നടപ്പിലാക്കിയിട്ടുണ്ട്. ഇത് അവരുടെ വിതരണ ശൃംഖലയെയും ഉൽപാദന പ്രക്രിയകളെയും കൂടുതൽ കാര്യക്ഷമമാക്കി.
കേരളത്തിൽ വേരൂന്നിയ ഒരു ബ്രാൻഡ് എന്ന നിലയിൽ നിന്ന് എലൈറ്റ് ഫുഡ്സ് തങ്ങളുടെ സാന്നിധ്യം ഇന്ത്യയിലുടനീളം വ്യാപിപ്പിച്ചു. കേരളത്തിന് പുറമെ തമിഴ്നാട്ടിലെ ഹൊസൂർ, മധ്യപ്രദേശിലെ ഇൻഡോർ, മഹാരാഷ്ട്രയിലെ വസായി എന്നിവിടങ്ങളിലായി മോഡേൺ മാനുഫാക്ചറിംഗ് യൂണിറ്റ്സ് അവർക്ക് സ്വന്തമായിട്ടുണ്ട്. കൂടാതെ 5 ഔട്ട്സോഴ്സ് യൂണിറ്റുകളും എലൈറ്റ് ഗ്രൂപ്പിനുണ്ട്. 1000-ലധികം വിതരണക്കാരുടെ ശൃംഖലയിലൂടെ അവർ ഇന്ത്യയിലെ 40,000 ഔട്ട്ലെറ്റുകളിൽ തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ എത്തിക്കുന്നു. ഇന്ത്യൻ വിപണിയിൽ മാത്രം ഒതുങ്ങാതെ ആഗോള വിപണിയിലേക്കും എലൈറ്റ് ഫുഡ്സ് തങ്ങളുടെ ചിറകുകൾ വിരിച്ചു. മിഡിൽ ഈസ്റ്റ്, നോർത്ത് അമേരിക്ക, UK, കാനഡ, ഓസ്ട്രേലിയ തുടങ്ങിയ നിരവധി രാജ്യങ്ങളിൽ എലൈറ്റിന്റെ ഉൽപ്പന്നങ്ങൾക്ക് ഇന്ന് ആവശ്യക്കാരുണ്ട്. ഒരു ഇന്ത്യൻ ബ്രാൻഡ് അന്താരാഷ്ട്ര നിലവാരത്തിൽ എത്തുന്നു എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് എലൈറ്റ്. 150-ലധികം സ്റ്റോക്ക് കീപ്പിംഗ് യൂണിറ്റ്സ് ഉള്ള അവർക്ക് പ്രതിദിനം 500 മെട്രിക് ടണ്ണിലധികം ഉൽപ്പന്നങ്ങൾ വിതരണം ചെയ്യാൻ കഴിയും. ഈ വിപണി വിപുലീകരണം എളുപ്പമായിരുന്നില്ല. ഓരോ പ്രദേശത്തിന്റെയും തനതായ ഭക്ഷ്യ സംസ്കാരത്തെയും ഉപഭോക്തൃ മുൻഗണനകളെയും മനസ്സിലാക്കി ഉൽപ്പന്നങ്ങളിൽ മാറ്റങ്ങൾ വരുത്താനും പുതിയ ഉൽപ്പന്നങ്ങൾ അവതരിപ്പിക്കാനും അവർ തയ്യാറായി. സ്ട്രിക്റ്റ് ആയ ക്വാളിറ്റി കൺട്രോൾ വിദേശ വിപണികളിൽ വിശ്വാസ്യത നേടാൻ അവരെ സഹായിച്ചു. PR രഘുലാലിന്റെ ദീർഘവീക്ഷണത്തിൽ ആരംഭിച്ച എലൈറ്റ് ഗ്രൂപ്പിന്റെ നേതൃത്വം ഇപ്പോൾ അദ്ദേഹത്തിന്റെ മക്കളായ ധനേസ രഘുലാലും രഘുറാം രഘുലാലും ചേർന്ന് മുന്നോട്ട് കൊണ്ടുപോകുന്നു. ധനേസ രഘുലാൽ ഗ്രൂപ്പിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായി പ്രവർത്തിക്കുന്നു. ബോസ്റ്റൺ ബിസിനസ് സ്കൂളിൽ നിന്നുള്ള പഠനം ഉൾപ്പെടെയുള്ള അനുഭവസമ്പത്തുമായി ഉൽപാദന പ്രവർത്തനങ്ങളും വിപണന തന്ത്രങ്ങളും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് അവർ നേതൃത്വം നൽകുന്നു. 2,50,000-ലധികം ഔട്ട്ലെറ്റുകളിലേക്ക് ഉൽപ്പന്നങ്ങൾ എത്തിക്കുന്ന വിപുലമായ വിതരണ ശൃംഖലയുടെ മേൽനോട്ടം ധനേസയാണ് വഹിക്കുന്നത്. രഘുറാം രഘുലാൽ ഗ്രൂപ്പിന്റെ തന്ത്രപരമായ വളർച്ചയിലും സാങ്കേതിക വിദ്യയുടെ വികാസത്തിലും വിപണി വിപുലീകരണത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. സൗരോർജ്ജം, റിയൽ എസ്റ്റേറ്റ് തുടങ്ങിയ മറ്റു മേഖലകളിലും ഗ്രൂപ്പിന്റെ വളർച്ച ഉറപ്പാക്കുന്നതിൽ അദ്ദേഹത്തിന് പ്രധാന പങ്കുണ്ട്. പുതിയ സാങ്കേതിക വിദ്യകളും സുസ്ഥിരമായ രീതികളും സംയോജിപ്പിച്ചുകൊണ്ട് മുന്നോട്ടു പോകാനാണ് പുതിയ തലമുറ ലക്ഷ്യമിടുന്നത്. പുതിയ നേതൃത്വത്തിന്റെ കീഴിൽ എലൈറ്റ് ഫുഡ്സ് പുതിയ ഉൽപ്പന്നങ്ങളുമായി വിപണിയിലെത്തി. പ്രത്യേകിച്ച് പുഡിംഗ് കേക്ക് ശ്രേണി വലിയ വിജയമായിരുന്നു. ഇത് കൂടുതൽ ഭാരം കുറഞ്ഞതും ആരോഗ്യകരവും വ്യത്യസ്ത രുചികളിലും ലഭ്യമായതുമായ കേക്കുകളാണ്. ഉപഭോക്താക്കളുടെ മാറുന്ന ആരോഗ്യപരമായ മുൻഗണനകളെയും പുതിയ രുചികളോടുള്ള താല്പര്യത്തെയും ഇത് തൃപ്തിപ്പെടുത്തി. എലൈറ്റ് ഗ്രൂപ്പ് സാമൂഹിക പ്രതിബദ്ധതയിലും ശ്രദ്ധ ചെലുത്തുന്നുണ്ട്. ഹെർ സ്റ്റാർട്ടപ്പ് സ്റ്റോറി എന്ന ഓൺലൈൻ പ്രതികരണത്തിന് നൽകിയ അഭിമുഖത്തിൽ ധനേസ രഘുലാൽ തങ്ങൾ നടത്തുന്ന സാമൂഹിക പ്രവർത്തനങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. ഓരോ പ്ലം കേക്ക് വാങ്ങുമ്പോഴും നിർധനരായ ഒരു കുട്ടിക്ക് ഒരു കേക്ക് സംഭാവന ചെയ്യുന്ന ഒരു ക്യാമ്പയിൻ അവർ ആരംഭിച്ചിരുന്നു. ഇതുവഴി 20,000-ഓളം കുട്ടികൾക്ക് ഭക്ഷണം എത്തിക്കാനും നിർധനരായ വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പുകൾ നൽകി വിദ്യാഭ്യാസത്തെ പ്രോത്സാഹിപ്പിക്കാനും അവർക്ക് കഴിഞ്ഞു. 2025ഓടെ കാർബൺ ന്യൂട്രൽ ആകുക എന്ന ലക്ഷ്യവും അവർക്കുണ്ട്. ഇത് പരിസ്ഥിതിയോടുള്ള അവരുടെ പ്രതിബദ്ധതയുടെ തെളിവാണ്. ഏതൊരു വലിയ സംരംഭത്തെയും പോലെ എലൈറ്റ് ഫുഡ്സിനും അവരുടെ യാത്രയിൽ നിരവധി വെല്ലുവിളികൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. കടുത്ത മത്സരം, അസംസ്കൃത വസ്തുക്കളുടെ വിലയിലെ ഏറ്റക്കുറച്ചിലുകൾ, വിതരണ ശൃംഖലയിലെ പ്രശ്നങ്ങൾ, ഉപഭോക്തൃ മുൻഗണനകളിലെ മാറ്റങ്ങൾ എന്നിവയെല്ലാം അവർക്ക് നേരിടേണ്ടി വന്ന വെല്ലുവിളികളാണ്. എന്നാൽ ഈ വെല്ലുവിളികളെയെല്ലാം മികച്ച ആസൂത്രണത്തിലൂടെയും നിരന്തരമായ നവീകരണത്തിലൂടെയും അവർ അതിജീവിച്ചു. പുതിയ ഉൽപ്പന്നങ്ങൾ വികസിപ്പിക്കാനും നിലവിലുള്ളവയുടെ ഗുണമേന്മ മെച്ചപ്പെടുത്താനും അവർ എപ്പോഴും ശ്രദ്ധിച്ചു. വിപണന തന്ത്രങ്ങളിൽ മാറ്റങ്ങൾ വരുത്തിയും ഉപഭോക്താക്കളുമായി കൂടുതൽ അടുത്തിടപഴകിയും അവർ തങ്ങളുടെ ബ്രാൻഡ് ഇമേജ് ശക്തിപ്പെടുത്തി. ഉദാഹരണത്തിന് എലൈറ്റ് ഫുഡ്സിന്റെ സ്ഥാപക ദിനത്തോട് അനുബന്ധിച്ച് സംഘടിപ്പിച്ച മാരത്തോൺ പോലുള്ള പരിപാടികൾ ബ്രാൻഡിനെ പൊതുജനങ്ങളുമായി കൂടുതൽ അടുപ്പിക്കാൻ സഹായിച്ചു. 2023 നടന്ന ഈ മാരത്തോണിൽ 2000-ലധികം പേർ പങ്കെടുത്തു. മാരത്തോണിലെ ഓരോ കിലോമീറ്ററിനും നിർധനരായ കുട്ടികൾക്ക് ഭക്ഷണം നൽകുമെന്ന പ്രഖ്യാപനം സാമൂഹിക പ്രതിബദ്ധതയുടെ മികച്ച ഉദാഹരണമായി. എലൈറ്റ് ഗ്രൂപ്പ് ഇന്ന് ഭക്ഷ്യ സംസ്കരണം, റിയൽ എസ്റ്റേറ്റ്, സൗരോർജ്ജം എന്നിങ്ങനെ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ഒരു വലിയ വ്യവസായ ഗ്രൂപ്പാണ്. ഭക്ഷ്യമേഖലയിൽ അവർ നേടിയെടുത്ത സ്ഥാനം എടുത്തു പറയേണ്ടതാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഭക്ഷ്യ കമ്പനികളിൽ ഒന്നായി അവർ വളർന്നു. വാർഷിക വിറ്റുവരവ് 4,500 ദശലക്ഷം രൂപയോളമാണ്. എലൈറ്റ് ഫുഡ്സ് തങ്ങളുടെ ദ ഫുഡ് ഫാക്ടറി ഓഫ് ദ വേൾഡ് എന്ന ദീർഘവീക്ഷണത്തോടെയാണ് മുന്നോട്ട് പോകുന്നത്. ഇത് കേവലം ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുക എന്നതിനപ്പുറം ലോകമെമ്പാടുമുള്ള ആളുകൾക്ക് ഗുണമേന്മയുള്ളതും സുരക്ഷിതവുമായ ഭക്ഷണം എത്തിക്കുക എന്ന ലക്ഷ്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. തുടർച്ചയായ നവീകരണവും സാങ്കേതിക വിദ്യയുടെ ഉപയോഗവും സുസ്ഥിരമായ രീതികളിലൂടെയുള്ള പ്രവർത്തനവും എലൈറ്റിന്റെ ഭാവി വളർച്ചയ്ക്ക് നിർണായകമാകും. ഉപഭോക്താക്കളുടെ ആരോഗ്യപരമായ ആവശ്യങ്ങൾ നിറവേറ്റുന്ന പുതിയ ഉൽപ്പന്നങ്ങൾ, പരിസ്ഥിതി സൗഹൃദ ഉൽപാദന രീതികൾ, വിപണി വിപുലീകരണം എന്നിവയിലെല്ലാം അവർ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു.
ധനേസ രഘുലാൽ 2025 ധനം വനിതാ സംരംഭക പുരസ്കാരം നേടിയത് എലൈറ്റ് ഫുഡ്സ് ഗ്രൂപ്പിന്റെ പ്രവർത്തനങ്ങൾക്കുള്ള ഒരു അംഗീകാരം കൂടിയാണ്. കഠിനാധ്വാനത്തിന്റെയും നിശ്ചിതാർത്ഥ്യത്തിന്റെയും ഫലം എന്നാണ് അവർ ഈ വിജയത്തെ വിശേഷിപ്പിച്ചത്. പിതാവ് TR രഘുലാലിന്റെ പിന്തുണയും മികച്ച ടീമിന്റെ കൂട്ടായ പ്രവർത്തനവുമാണ് ഈ വിജയങ്ങൾക്ക് പിന്നിലെന്ന് അവർ പറയുന്നു. ചുരുക്കത്തിൽ എലൈറ്റ് ഫുഡ്സിന്റെ ചരിത്രം ഒരു ചെറിയ തുടക്കത്തിൽ നിന്ന് കഠിനാധ്വാനത്തിലൂടെയും ദീർഘവീക്ഷണത്തിലൂടെയും ഗുണമേന്മയിലുള്ള ശ്രദ്ധയിലൂടെയും ഒരു വലിയ വ്യവസായ സാമ്രാജ്യമായി വളർന്ന ഒരു വിജയഗാഥയാണ്. ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തണം. നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.